വിശേഷ ദിവസമാണ് ഇന്ന്. നമ്മളുടെ RCCയിലേക്ക് ഒരു കുറച്ച് ചോറ് കൊടുത്തു വിടാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ, ഞങ്ങൾ വലിയ ഇതൊന്നുമല്ല, കഴിയുന്ന രീതിയിൽ ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോകാമെന്നുള്ള ഒരു പദ്ധതിയാണ്. അപ്പം ദൈവം ഏതാണ്ട് തോരന്, ചോറ് എല്ലാം രാവിലെ എഴുതിയിട്ടാക്കിയതാണ്. എല്ലാം ഇപ്പം വീട് നോക്കിക്കഴിഞ്ഞാൽ ഒരു യുദ്ധക്കളം പോലെ ഉണ്ട്. അങ്ങനെ ചോറ് പൊതിയാണ്. മക്കളെ കൈ പൊള്ളും, നീ തൊടുന്നത് കൈ പൊള്ളും. കുത്തി നിർത്തമ്മ, എടുത്ത് കുത്തി നിർത്ത്, തട്ടിക്കൂട്ട്. ആ റബ്ബർ ബാൻഡ് ഇരിക്കില്ലേ മോനെ, എടുത്തോണ്ട് വന്നിട്. ഓക്കെ, അങ്ങനെ വലിയ പൊതിയല്ലേ, കുഴപ്പമില്ല. ഒരു പൊതി ചോറ് 2 പേർക്ക് തിന്നാനുള്ള ചോറുണ്ടല്ലോ. പിന്നെ ഒരാൾക്കായിട്ടുള്ള ഇതല്ലല്ലോ. 2 പൊതി ഒരു പൊതി ചോറ് മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും കൂടെ തിന്നട്ടെ, അതൊന്നും കുഴപ്പമില്ല. മോനെ അങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ പണിയാവും. അവിടെ വെച്ച് പൊട്ടി മാറും. പൊട്ടി മാറിയാൽ അത് ശരി വരത്തില്ല. പതുക്കെ അങ്ങനെ വെക്കാവും. എടുത്ത് ചെതറരുത് ചോറ്. ഹേ മോനെ, ഒരിക്കലും കലത്തി തട്ടരുത്. ഇന്നെല്ലാം അടുപ്പിനകത്താണ്. പിന്നെ ഗ്യാസ് തീർന്നിട്ട് കുറേ ദിവസമായി. അപ്പം ഞങ്ങൾ ഗ്യാസ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് RCCയിലേക്ക് കൊടുത്തു വിടാനുള്ള ചോറാണ്. വലിയ കറിയൊന്നുമില്ല, അവിയലും തോരനും ചമ്മന്തിയും പിന്നെ അച്ചാറും, അത്രേ ഉള്ളൂ. മീനും ഇറച്ചിയൊന്നും ഞങ്ങളിപ്പം തിന്നത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ട്. ആർക്ക് കിട്ടിയാലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ഒരു വയറിറച്ച് ആഹാരം കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഒരുപാട് നാൾ ഇങ്ങനെയൊന്നുമല്ല, 10, 30, 50, 100 പൊതി ചോറ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങളെ ഇപ്പം ഈ ചെറിയ രീതിയിലൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവം തരട്ടെ, തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ചോറ് നമ്മൾ തരും. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.